ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റിൻസിയ ജഷീർ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ആർത്തവ ചക്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന കുറച്ച് സ്ത്രീകളുടെ ശരീരത്തിൽ വരാൻ പോകുന്ന ചില അസുഖങ്ങളെക്കുറിച്ചാണ് ഞാൻ വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ വേണം. അതില്ലാതെ നമ്മൾ അസുഖങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അണ്ഡാശയത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആർത്തവ ചക്രത്തെക്കുറിച്ചും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വിവിധ ഹോർമോണുകളെക്കുറിച്ചുമാണ്. നോർമലി എങ്ങനെയാണ് ഇവയൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു തരാനാണ്. അപ്പോൾ നമ്മുടെ സ്ത്രീ ശരീരത്തിലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അഥവാ പ്രത്യുത്പാദന വ്യൂഹം എന്നറിയപ്പെടുന്നത് 2 അണ്ഡാശയങ്ങളും ഗർഭപാത്രം, അതുപോലെ തന്നെ ഗർഭപാത്രത്തിൻ്റെ വായുഭാഗം സെർവിക്സ് എന്നറിയപ്പെടുന്ന ഗർഭപാത്രത്തിൻ്റെ വായുഭാഗം, പിന്നെ വജൈന, അതുപോലെ തന്നെ കുറച്ച് എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, ഇത്രയും സംഭവങ്ങൾ ഉൾപ്പെട്ടതാണ് നമ്മുടെ പ്രത്യുത്പാദന വ്യൂഹം എന്ന് പറയുന്നത്. ഈ പ്രത്യുത്പാദന വ്യൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയുന്ന ഹോർമോണും, അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ തലച്ചോറിനകത്തുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന LH അഥവാ ലൂട്ടനൈസിങ് ഹോർമോൺ, അതിനോടൊപ്പം തന്നെ FSH എന്ന് പറയുന്ന FSH, അതായത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇത്രയും ഹോർമോൺസാണ് നമ്മുടെ ശരീരത്തിന് പ്രത്യുത്പാദന വ്യൂഹത്തിനെ കൈകാര്യം ചെയ്യുന്നത്. ബാല്യകാലത്തിൽ ഈ ഹോർമോണുകളൊക്കെ ഒരു നിശ്ചിത അളവിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുപ്പം തൊട്ട് അവസാനം വരെ ഈ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ബാല്യകാലത്തിൽ ഒരു നിശ്ചിത അളവിലായിരിക്കും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാല്യകാലത്തിൽ സ്ത്രീ ശരീരത്തിൽ, പെൺകുട്ടികളുടെ ശരീരത്തിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഈ പ്രത്യുത്പാദന വ്യൂഹത്തിന്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും സംഭവിക്കാറില്ല. എന്നാൽ കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോൾ, കൗമാരപ്രായത്തിൻ്റെ ആരംഭത്തിൽ ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിൽ ഇടവിട്ട് ഒരു മാറ്റങ്ങളുണ്ടാവും, ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. ചില സമയത്ത് കൂടിയും ചില സമയത്ത് കുറവും, അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിലായിരിക്കും ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും ഹൈപ്പോതലാമസും ഉൽപ്പാദിപ്പിക്കുന്ന ഗൊണാഡോട്രോപ്പിൻസും അതുപോലെ തന്നെ LHും FSHും ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൗമാരപ്രായത്തിൻ്റെ ആരംഭത്തിൽ സ്ത്രീ ശരീരത്തിൽ പല മാറ്റങ്ങളും കണ്ടു തുടങ്ങുന്നത്. മാറിടങ്ങളുടെ വലിപ്പം കൂടുക, ചില സ്വകാര്യ സ്ഥലങ്ങളിലൊക്കെ രോമ വളർച്ച ഉണ്ടാവുക, അതിനോടൊപ്പം തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് പല മാറ്റങ്ങളും വരിക, ഇങ്ങനെ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. നമ്മുടെ ഗർഭപാത്രത്തിലും ഓവറികളിലും, അതായത് അണ്ഡാശയങ്ങളിലും എല്ലാം തന്നെ ഈ കൗമാരപ്രായത്തിൻ്റെ തുടക്കത്തിൽ ഈ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും. ഇതിനോടൊപ്പം തന്നെയാണ് ആർത്തവം സംഭവിക്കുന്നത്. ആദ്യ ആർത്തവത്തെ മെനാർക്ക് എന്നാണ് വിളിക്കുന്നത്. ആർത്തവ വിരാമത്തിനെ മെനോപോസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യ ആർത്തവത്തിൽ, അതായത് ആർത്തവം തുടങ്ങിയ കുറച്ച് മാസങ്ങളിലോട്ടോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളിലോ നമ്മുടെ ശരീരത്തിലെ ചില മാറ്റങ്ങൾ കാരണം, അതായത് ഈ ഒരു ട്രാക്കിലോട്ട് നമ്മുടെ ശരീരം എത്താത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാവരിലും കറക്റ്റായിട്ട് സംഭവിച്ചോളണമെന്നില്ല. എന്നാൽ ഈ മെനാർക്ക് മുതൽ മെനോപോസ് വരെ, അതായത് ആർത്തവത്തിൻ്റെ തുടക്കം മുതൽ ആർത്തവ വിരാമം എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടം വരെ എല്ലാ മാസത്തിലും ഈ ആർത്തവം എന്ന് പറയുന്ന ആർത്തവം സംഭവിക്കുന്നുണ്ട്. ഇതിനെ നമ്മുടെ സ്ത്രീ ശരീരത്തിന് പ്രത്യുൽപാദന ശേഷിക്ക്, അതായത് കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി ഒരുക്കുന്ന ഒരു വിസ്മയകരമായ ഒരു പ്രക്രിയയാണ് ആർത്തവം എന്ന് പറയുന്നത്. കുഞ്ഞിന് മുലയൂട്ടുന്ന സ്ത്രീകളിലും, അതുപോലെ തന്നെ മെനാർക്ക്, ആർത്തവത്തിൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് വേളകളിലും, പിന്നെ മെനോപോസ് എന്ന് പറയുന്ന ആർത്തവ വിരാമത്തിനോട് അടുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഗർഭിണി ആയിരിക്കുന്ന അവസ്ഥ, ഈ 4 അവസ്ഥയിലുമാണ് ആർത്തവത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. ചില മാസങ്ങളിൽ സംഭവിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെ അല്ലാത്ത എല്ലാ സമയങ്ങളിലും, ഈ 4 ഘട്ടങ്ങളിലല്ലാത്ത എല്ലാ സമയങ്ങളിലും സ്ത്രീകളിൽ, നോർമലി ആയിട്ടുള്ള സ്ത്രീകളിൽ എല്ലാ മാസവും ആർത്തവം ഉണ്ടാവാറുണ്ട്. ആർത്തവ ചക്രം എന്ന് പറയുന്നത്, അതായത് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് 28 ദിവസമാണ് നോർമലി നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ ചില ശരീരത്തിലുള്ള ഹോർമോണിൻ്റെ വ്യത്യാസങ്ങളിലും ചില ശരീര പ്രകൃതിയുടെ വ്യത്യാസത്തിലും ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറാറുണ്ട്. അതായത് 21 ദിവസം മുതൽ 35 ദിവസം വരെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നോർമൽ ആയിട്ടാണ് പറയുന്നത്. എല്ലാ മാസവും ഇതേ വേരിയേഷനാണ് സംഭവിക്കുന്നത് എങ്കിൽ അതിനെ നോർമലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് 21 ദിവസം മുതൽ 35 ദിവസം വരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. അത് എല്ലാ മാസവും ഒരുപോലെയാണെങ്കിൽ അതിനെ നമ്മൾ നോർമലായിട്ടാണ് കണക്കാക്കുന്നത്. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി, അതുപോലെ തന്നെ അണ്ഡാശയങ്ങൾ, ഇവ 3ഉം ഒരു പരസ്പര ധാരണയോടുകൂടിയും അതുപോലെ തന്നെ ഏകോപനത്തോടു കൂടിയും പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് ഇവ 3ൻ്റെയും പ്രവർത്തനം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മെൻസ്ട്രൽ സൈക്കിളിനകത്ത്. ഇതിനായി ഒരു സംവിധാനം തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഓവേറിയൻ ആക്സിസ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്.
ഇത് കൗമാരപ്രായം എത്തുമ്പോൾ ആ ഒരു ട്രാക്കിലോട്ട് നമ്മുടെ ശരീരം എത്തുകയും ആ ട്രാക്കിൽ വീണ് അത് അതേ രീതിയിൽ തന്നെ തുടർന്ന് പോകാൻ കുറച്ച് സമയം എടുക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ചില ആളുകളിൽ ആർത്തവം സംഭവിച്ചു കഴിഞ്ഞാലും പിന്നീട് കുറച്ച് ദിവസത്തേക്ക് അതൊന്നും കറക്റ്റ് എല്ലാ മാസവും കറക്റ്റായിട്ട് വരാനുള്ള ഒരു ഗ്യാപ്പ് എടുക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൗമാരപ്രായക്കാരിലുള്ള ഭക്ഷണ ക്രമക്കേടുകൾ, ആരും മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നവരൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഈ ഭക്ഷണ ക്രമക്കേടുകൾ, അതുപോലെ തന്നെ ജീവിതശൈലിയിലുള്ള ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ജീവിതശൈലിയിലുള്ള ക്രമക്കേടുകൾ, പിന്നെ അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ, അതുപോലെ തന്നെ PCOD പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ഒരു ഹിസ്റ്ററി, ജനറ്റിക്കലി അങ്ങനെ PCOD ഒക്കെ വരാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ ഇവരിലൊക്കെ ഈ ഒരു ട്രാക്കിലോട്ട് ശരീരം വരാൻ കുറച്ച് സമയം എടുക്കാറുണ്ട്. അത് ചിലപ്പോൾ ഒരു 1-2 വർഷമായിരിക്കാം, ചിലപ്പോൾ മാസങ്ങളായിരിക്കാം, അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. എന്നാൽ ചില ആളുകളിൽ ഇത് ആ ഒരു ട്രാക്കിൽ വരികയേ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ചിലരുടെ ലൈഫ് ലോങ് ഇതുപോലെ ഇങ്ങനെ ആർത്തവ ക്രമക്കേടുകൾ വരാനുള്ള സാധ്യത സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം ഈ ഒരു ട്രാക്കിലോട്ട് എത്താത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കൗമാരപ്രായത്തിൽ കറക്റ്റായിട്ട് മെൻസസ് 1-2 വർഷത്തിന് ശേഷവും ആദ്യാർത്തവം കഴിഞ്ഞിട്ട് 1-2 മാസത്തിന് ശേഷവും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മെൻസസ് ഉണ്ടാവുന്നില്ലാച്ചെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അതിന് വേണ്ട പ്രതിവിധി എന്താണെന്നുള്ളത് അന്വേഷിക്കുകയും ചെയ്യേണ്ടതാണ്. മിക്ക ആളുകളും കൗമാരപ്രായത്തിൽ ഇങ്ങനെ വരുമ്പോൾ അതിനെ ഇഗ്നോർ ചെയ്ത് കളയാറാണ്. അത് അത്ര കറക്റ്റായിട്ട് ശ്രദ്ധിക്കില്ല, അതിന് കാര്യമായ പരിഗണന കൊടുക്കാറുമില്ല. പിന്നീട് ഇവരിതിനെക്കുറിച്ച് ആലോചിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹം കഴിഞ്ഞതിന് ശേഷം കുട്ടികളൊന്നും ആവാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് പല ആളുകളും ഈ ആർത്തവത്തിലുള്ള ക്രമക്കേടുകൾ തിരുത്താനും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് അന്വേഷിച്ച് പോകാറൊക്കെ ഉള്ളത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കൗമാരപ്രായത്തിൽ ഇതുപോലുള്ള ക്രമക്കേടുകൾ, ആർത്തവത്തിലുള്ള ക്രമക്കേടുകൾ വരികയാണെങ്കിൽ അതങ്ങനെ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ആർത്തവത്തിൽ വരുന്ന ക്രമക്കേടുകൾ ഭാവിയിൽ നമ്മുടെ പല അവയവങ്ങളെയും പല സിസ്റ്റങ്ങളെയും തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് കാലക്രമേണയാണ് പല ആളുകളിലും PCOD വരുന്നത്. ഇതുപോലുള്ള പല ജീവിതശൈലികളിൽ നിന്നും പല രീതിയിലുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റം കൊണ്ട് നമ്മുടെ അശ്രദ്ധ കാരണമാണ് പല ആളുകളിലും ഇന്ന് PCOD വന്നു പോകുന്നത്. ഇപ്പം ഞാൻ 2 ഹോർമോൺസിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളൂ. 2-3 ഹോർമോൺസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞുള്ളൂ. ഗൊണോഡോട്രോപ്പിൻസ്, അതുപോലെ തന്നെ FSH, LH, ഇത്രയും കാര്യങ്ങളെ കുറിച്ചേ പറഞ്ഞുള്ളൂ. ഇതിന് പുറമെ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് പല ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന പല ഹോർമോൺസും ഈ ആർത്തവ ചക്രത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ, അതുപോലെ തന്നെ അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോൾ. പിന്നെ നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലുമായിട്ട് കാണുന്ന കൊഴുപ്പിൻ്റെ കലകളുണ്ട്. അഡിപ്പോസ് ടിഷ്യൂസ് ഉണ്ട് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും. ഈ അഡിപ്പോസ് ടിഷ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്ന പല ഹോർമോൺസ്, പിന്നെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ, അങ്ങനെ മിക്ക ഹോർമോൺസും നമ്മുടെ ശരീരത്തിലെ ആർത്തവ ചക്രത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ഹോർമോണുകളിലൊക്കെയുള്ള ഏറ്റക്കുറച്ചിലുകളും നമ്മുടെ ശരീരത്തിലുള്ള ആർത്തവത്തിൻ്റെ ക്രമക്കേടുകൾക്ക് കാരണമാവാനുള്ള സാധ്യതയുണ്ട്. ഇനിയാണ് നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം. അതായത് ആർത്തവ ചക്രം നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു മെൻസ്ട്രൽ സൈക്കിൾ കഴിഞ്ഞ് അടുത്തൊരു മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്നതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ ശരീരത്തിൽ 3 ഭാഗങ്ങളാണ് ഒരേ സമയം ഒരുപോലെ പ്രവർത്തിക്കുന്നത്. അതായത് ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഗർഭപാത്രത്തിൻ്റെ എൻഡോമെട്രിയം. അതായത് നമ്മുടെ ഗർഭപാത്രത്തിന് 3 പാളികളാണുള്ളത്. അതിൻ്റെ ഏറ്റവും ഉള്ളിലെ ലെയറിനെയാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. വളരെ തിന്നായിട്ടുള്ള ഒരു ലെയറാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഈ എൻഡോമെട്രിയമാണ് ഒന്നാമത്തെ ആളെന്ന് പറയുന്നത്. രണ്ടാമത്തേത് നമ്മുടെ അണ്ടാശയങ്ങളും അവയിലകത്തുള്ള ഈ ഫോളിക്കിളിനകത്തുള്ള നമ്മുടെ ഓവംസ്, അതായത് അണ്ടങ്ങളും, ഈ ഫോളിക്കിൾസ് എല്ലാം ഈ അണ്ടാശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പല ഹോർമോൺസും ഈ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ പ്രധാനമായൊരു ഭാഗമാണ്. മൂന്നാമത്തെ ആൾക്കാരെന്ന് പറയുന്നതാണ് നമ്മുടെ സെർവിക്സ്, അതായത് ഗർഭപാത്രത്തിൻ്റെ ഭാഗമാണ് സെർവിക്സ് എന്ന് പറയുന്നത്. ഈ സെർവിക്സിനകത്ത് ഒരു മ്യൂക്കസ്, അതായത് ഒരു കൊഴുപ്പ് പോലെയുള്ള ഒരു ദ്രാവകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിനകത്തുള്ള കളർ ചേഞ്ച് വെച്ചിട്ട് നമുക്ക്, അതായത് ഈ കൊഴുപ്പ് മ്യൂക്കസിൻ്റെ കളർ ചേഞ്ച് വെച്ചിട്ട് നമുക്ക് ഓവുലേഷൻ നടന്നോ ഇല്ലേ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിനെക്കുറിച്ചൊക്കെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ സെർവിക്സിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന, അവിടുത്തെ ഗ്ലാൻഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്ന സെർവിക്കൽ മ്യൂക്കസ്, ഈ 3 ഭാഗങ്ങളാണ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൽ ആർത്തവ ചക്രത്തിൽ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഈ 3 ഭാഗങ്ങളും ഒരേ സമയം ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഗർഭധാരണത്തിനും ഗർഭം ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ പിടിച്ചു കിട്ടാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഈ 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ വന്നാലും നമ്മുടെ മെൻസ്ട്രേഷനെയും അതുപോലെ തന്നെ നമ്മുടെ പ്രഗ്നൻസിയെയും എല്ലാം ബാധിക്കും. അപ്പോൾ ഇനി ഈ 3 ഭാഗങ്ങളും എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഓവുലേഷൻ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ്, എങ്ങനെയാണ് ഓവുലേഷൻ നടക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും നിങ്ങൾ മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയോടുകൂടി ഏകദേശം ഓവുലേഷനെ കുറിച്ചിട്ടും അണ്ഡാശയങ്ങളെക്കുറിച്ചും ഗർഭപാത്രത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം കുറച്ച് ഡിസീസുകളെ കുറിച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിൽ നിങ്ങളെ കാണാം. അതുവരേക്കും ബൈ.